പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കണത് എന്ത് എന്റെ ദൈവമേ, ഒരു പടയുമായിട്ടാണല്ലോ അച്ഛൻ വന്നിരിക്കുന്നത് എന്നല്ലേ? പ്രിയ സഹോദരങ്ങളെ, അത് പറയാം. ഇത് നമ്മളുടെ തൃശൂർ അതിരൂപതയുടെ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിലെ സെക്കൻഡ് ഇയേഴ്സും, അതായത് 2ാം വർഷത്തിലേക്കും 3ാം വർഷത്തിലേക്കും പ്രവേശിച്ച ചെമ്മാച്ചന്മാരാണ്. ഇവരുടെ ഒരു അക്കാഡമിക് ഇയർ ആരംഭിക്കുകയാണല്ലോ. അപ്പൊ ഒന്ന് ഒരുക്കമായിട്ട് ശരിക്കും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി, നിങ്ങൾക്കറിയാലോ സെമിനാറിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യബുദ്ധിയിൽ ചിലപ്പോൾ മുഴുവൻ അത് കയറിയെന്ന് വരില്ല. അതേസമയം തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു 3 ദിവസത്തെ ശരിക്കും ഒരു റിട്രീറ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഇവരെ എങ്ങനെയാണെന്ന് എനിക്ക് മുഴുവൻ അറിയില്ലായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് വലിയ അടുപ്പ് ഈ കുട്ടികളായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ അടുത്തൊരു 3 ദിവസം ചെലവഴിച്ചപ്പോൾ ഞാൻ ഫയറായി എന്ന് പറയണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അച്ഛനല്ല വചനം പറയുന്നത്, ഇന്ന് ഇവർ ഓരോരുത്തരുമായിരിക്കും വചനം പറയുന്നത്. നമുക്ക് ഇവരെ ശ്രദ്ധയോടെ, ഇവരിലൂടെ നാളത്തെ അഭിഷിക്തനാണ് ഇവരിലൂടെ നൽകപ്പെടുന്ന ദൈവത്തിന്റെ വചനം, ആനന്ദത്തോടെ പറയുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ വലിയ വരങ്ങളും ദാനങ്ങളും ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. 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 റോമ 12:11. തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുകയും. നമുക്ക് ഈ ഒരു അഭിഷേകം, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ആരെങ്കിലും പങ്കെടുക്കുന്ന മരവിപ്പിന്റെ അരൂപിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ മരവിപ്പ് വിട്ട്, അലസത വിട്ട് അഭിഷേകത്താൽ നിറയപ്പെടുന്നത് കണ്ട് നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. അടുത്ത വചനം. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. യാക്കോബ് 4:6. കർത്താവേ, ഈ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. അടുത്തത്. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ, അവർ എന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. പ്രഭാഷകൻ 51:23. വേണമെങ്കിൽ ആ ബ്രദർ പറയണത് ഒന്നുകൂടി കേട്ടോ. അത് ഏത് ബ്രദർ? നോക്കിയേ, +1 97% മാർക്ക് മേടിച്ചിട്ടുള്ളതാണ് ആ ബ്രദർ. അല്ലേ ബ്രദറെ? ശരിക്കും ബ്രദറുടെ അനുഭവമാണ്. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ ഇതില് പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഓർമ്മശക്തി ഇല്ല, ശരിക്കും ഈ വചനം ആവർത്തിച്ച് പറയാം. ബ്രദർ, ആ വചനം ഒന്നുകൂടി പറയാവോ? അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ, അവർ എന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. പ്രഭാഷകൻ 51:23. കർത്താവേ, ഈ വചനത്തിന്റെ ഒരു അഭിഷേകം എല്ലാ കുട്ടികളിലും എല്ലാ വിദ്യാർത്ഥിനികളിലും നിറയട്ടെ. ഒരു 3 ഹല്ലേലൂയ പറയാം. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതങ്ങളിലും ദൈവശക്തി നിറയട്ടെ. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഈ ചമ്മാച്ചന്മാർക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവർ വിശുദ്ധരായ അഭിഷേകമുള്ള കൃപകളുള്ള പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ നിറയപ്പെട്ട അഭിഷിക്തരായി വരും നാളുകൾ തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇത് കാണുന്ന കുട്ടികളിൽ ആർക്കെങ്കിലൊക്കെ വൈദികനാകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മക്കളെ ധൈര്യമായിട്ട് പോന്നേക്കണം. ഇത് കാണുന്ന പെൺകുട്ടികൾ ആർക്കെങ്കിലും സിസ്റ്റേഴ്സ് ആവണം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ, അതൊന്നും ശരിയല്ല. ഇതൊരു ആനന്ദത്തിന്റെ ജീവിതമാണ്, ഇതൊരു സന്തോഷത്തിന്റെ ജീവിതമാണ്. അല്ല ബ്രദേഴ്സ്? പിന്നെ പ്രിയ സഹോദരങ്ങൾ, ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ ജൂൺ മാസം 13-ാം തീയതി സെന്റ് മേരീസ് ധ്യാനകേന്ദ്രം പഴുവിൽ, അച്ഛൻ അവിടെയാണെന്ന് അറിയാലോ. അപ്പൊ അവിടെ ധ്യാനം തുടങ്ങുകയാണ്. 13 വ്യാഴം, വെള്ളി, ശനി, ഞായർ. 13-ാം തീയതി തുടങ്ങി 16-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തീരാവുന്ന വിധത്തിലാണ്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. നമുക്ക് ബ്രദർമാരുടെ കൂട്ടായ്മയിൽ കടന്നു വരുന്ന സകല മക്കൾ അഭിഷേകം പ്രാപിക്കാനായിട്ട് ആഗ്രഹിച്ച് നമ്മുടെ രൂപതയുടെ ധ്യാനകേന്ദ്രമാണ് കേട്ടോ പഴുവിൽ സെന്റ് മേരീസ്. അച്ഛൻ അവിടെയാണ്. നമുക്ക് അമ്മയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നമുക്ക് പൗരോഹിത്യ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.